ഹലോ, വെൽക്കം ബാക്ക്. സാജിക്കാണ്. എല്ലാവർക്കും സുഖമാണല്ലോ? ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഷോപ്പിംഗ് വ്ളോഗ് ഞാൻ ചെറുതായിട്ട് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ആണ്. നമ്മൾ കുടിയിരിക്കൽ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ചിലടത്ത് വീട് കയറി കൂടൽ അങ്ങനത്തൊക്കെ പറയാം, എനിക്ക് ശരിക്കറിയില്ല. അപ്പോൾ പാച്ചുവിൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ്. അപ്പോൾ ഞങ്ങൾ വൈഫാൾ തമ്മിൽ ഭയങ്കര ബന്ധമാണ് കേട്ടോ. അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, പാച്ചുവിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സുകൾ നമ്മൾ 4 പേരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുർഷിൻ്റെ പെണ്ണുങ്ങൾ നമ്മൾ സനു ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും എടുത്തെടുത്ത് തന്നെയാണ് കേട്ടോ. പിന്നെ മുബഷിറുണ്ട്, നമ്മൾ വലിയ താത്ത. ഓളെ വീട്ടിൽ പരിപാടി ആയതുകൊണ്ട് ഓക്ക് വരാൻ പറ്റില്ല. ഞങ്ങൾ ഭയങ്കര ആഗ്രഹിച്ചിട്ട് പരിപാടി ഷോക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഞാനും സിനുമ്പാടെ നേരെ പോട്ടെ. അപ്പോൾ നമ്മൾ പെരക്കാരത്ത് വീടിന് മുന്നിൽ തന്നെ ഉണ്ടായിന്. അപ്പോൾ നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്തു. അപ്പോൾ വീടിനുള്ളിൽ അവൾ കയറാൻ സംബന്ധിച്ചിട്ട് എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് വരുന്നിട്ട് ഇവിടെ കയറാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് പിന്നെ വേണ്ടായിരുന്നു. അപ്പോൾ നേരെ നമ്മൾ നല്ല വിശപ്പുണ്ടേനി. അപ്പോൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. അപ്പോൾ ബിരിയാണി, മന്തി, നല്ല ചില്ലി ചിക്കനൊക്കെ ഉണ്ടായിട്ട് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ വീടിൻ്റെ മുന്നിലേക്ക് നിൽക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ട്, എൻ്റെ ഫ്രണ്ടും ഉള്ള അനിയത്തിയും നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സുകളാണ്. ഇപ്പോൾ എൻ്റെ 10ാം ക്ലാസ്സിലെ ഫ്രണ്ടാണ് കേട്ടോ സെഫി. അവളെ ഞാൻ കുറച്ച് നടുക്കിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമ്മളെ അനിയത്തിയാണ് എൻ്റെ ബ്രൈഡലിൻ്റെ ടീച്ചർ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സുകളാണ്. അപ്പോൾ മാഷാഅല്ലാഹ് വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ ഞങ്ങൾ കയറിയെന്ന് പറയുന്നില്ല, ഞങ്ങൾ വീട് പണി തുടങ്ങുമ്പോഴേ ഇതിൻ്റെ ഉള്ളിലാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടുക, വർത്തമാനം പറയുക, ഇതൊക്കെ തന്നെ പരിപാടി കേട്ടോ. അപ്പോൾ നമ്മൾ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫൈനലായിട്ട് നമ്മൾ ഹൗസ് വാമിങ്ങിന് അന്ന് കാണാഴ്ച വന്നിട്ടില്ല. പിന്നെ എല്ലാ വീട്ടിലും കുടിയിരിക്കലിന് പൊതുവേ നമ്മൾ അടുക്കള ഒന്ന് ചെക്ക് ചെയ്യും. പക്ഷേ എവിടെയും കാണാത്തൊരു എന്താ പറയുക ഒരു വ്യത്യാസമാണ്. നമ്മൾ നല്ല ഉപ്പിലിട്ടതും അച്ചാറുകളൊക്കെ ആദ്യമായിട്ടാണ് എവിടെ കുടിയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ആ അച്ചാറിൻ്റെ കളർ കണ്ടാൽ തന്നെ നാവിൽ വെള്ളം വരട്ടെ. നല്ല വെളുത്തുള്ളി, നല്ല മാങ്ങ കിട്ടുള്ള ഒരുപാട് അച്ചാറുകൾ കിട്ടും. അപ്പോൾ ഞങ്ങളത് തീർക്കരുത്, ഞങ്ങൾ വരുമെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നതാണ്. പിന്നെ വരുന്നവരൊക്കെ അത് സ്റ്റോർ റൂം തുറന്നിട്ട് ആ അച്ചാറിനെ പറ്റിയിട്ട് സംസാരിക്കുന്നതും. പിന്നെ ആ വീഡിയോയിൽ ഞാൻ തന്നെ ഹോം ടൂറിൻ്റെ മുഴുവനായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ, അന്ന് പരിപാടിയായിരുന്നു, നിറയെ ആൾക്കാരായിരുന്നു. അപ്പോൾ നമ്മൾ പതുക്കെ ഞാൻ ഹോം ടൂറിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ അധികമൊന്നും കണ്ടു വന്നിട്ടില്ല. നമ്മൾ വുളു എടുക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്, അതും കിച്ചണിനോട് അടുത്തിട്ടാണുള്ളത്. അത് ഭയങ്കര ഒരു നമ്മൾ പുതിയ വീട് എടുക്കുന്നവർക്കൊരു ഉപകാരമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ 2ാം നിലയിൽ ഒരു അടിപൊളി ഒരു അലക്ക് കല്ല് വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറയാൻ എല്ലാവരും 2 സെൻറ്റിലും 3 സെൻറ്റിലൊക്കെ വീടെടുക്കണവരല്ലേ. അങ്ങനെയുള്ളവർക്ക് ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു സൗകര്യത്തോട് കൂടിയിട്ട് നല്ലൊരു കുളിമുറിയും പിന്നെന്താ വാഷിംഗ് മെഷീൻ ഏരിയയും അതുപോലെ അലക്ക് കല്ലൊക്കെ വെച്ചിട്ട് നല്ലൊരു ഏരിയ ഉണ്ട്. ഞാനത് കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ മുകളിലത്തെ നിലയിൽ വലിയ 2 ബെഡ്റൂമും അതുപോലെ തന്നെ ഒരു ചെറിയ കുട്ടി റൂമുണ്ട് കേട്ടോ. താഴത്തെ ഫ്ലോറിലാണ് ഇൻറ്റീരിയർ വർക്കും ഫർണിച്ചറും കാര്യങ്ങളും മൊത്തം സെറ്റാക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് മുകളിൽ ഭാവിയിൽ സെറ്റാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു റൂം ഇത് ഫ്രീ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അലക്ക് കല്ല്, വാഷിംഗ് മെഷീൻ, അതുപോലെ ഒരു കുളിമുറി സെറ്റപ്പായിട്ട് ഇങ്ങനെ മാറ്റിയിട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് അലക്ക അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാതെ എവിടെ പോയാൽ ഏത് തിരക്കിലായാലും നമുക്ക് ഫ്രീ ടൈം ഉള്ളപ്പോൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ സ്ഥലം കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നവർക്ക് അതൊരു വലിയൊരു ഉപകാരമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് റൂം അവരെ തറവാട്ടിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവരെ അലമാരയും കട്ടിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു റൂം അവരിങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. അതും മരത്തിൻ്റെതായതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞത് നമ്മളെ 10th ഫ്രണ്ടാണ് കേട്ടോ. നമ്മളെ ഹിജാബ് ഇട്ടതാണ് എൻ്റെ ഫ്രണ്ട് സെഫി കേട്ടോ. അപ്പോൾ അവളെ അനിയത്തിയാണ് വൈറ്റ് ഡ്രസ്സാണ്. അതാണ് എൻ്റെ ടീച്ചർ. കണ്ട പറയുക ആരെങ്കിലും നല്ല ക്യൂട്ടാണ് കേട്ടോ. അന്നത്തെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സാളെ കേട്ടോ ഞങ്ങളെല്ലാവരും കേട്ടോ. അപ്പോൾ അവൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന കുറേ വർഷങ്ങളായിട്ടിട്ട് കണ്ടിട്ട് കേട്ടോ. അപ്പോൾ അവരെങ്ങനെ ഫംഗ്ഷനിൽ എത്തിയെന്ന് വെച്ചാൽ ഇവരെ അമ്മോൻ്റെ മോളാണ് കേട്ടോ, ഉപ്പാൻ്റെ പെങ്ങളെ മോളാണ് ഫസ്റ്റ്. അതായത് ഞങ്ങൾ പാച്ചുൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ്, നമ്മൾ പെരക്കാരത്തി എന്ന് പറയില്ലേ. അപ്പോൾ അവർ ഭയങ്കര റിലേഷനാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒന്നും കൂടി ഇപ്പോൾ ബെറ്ററായിട്ട് കണ്ടുപിട്ടി പരിചയപ്പെട്ടു. പിന്നെന്താ അപ്പം നമ്മൾ സഫീൻ്റെ ഉമ്മാനെ കണ്ടിട്ട് കുറേ ആയിട്ട്. അപ്പോൾ അവരും കണ്ടപ്പോൾ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ല.
അങ്ങനെ കുറേ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറേ നേരം സംസാരിച്ചുകൊണ്ട് നിൽക്കണം. ഞാൻ കൂടെ കൊണ്ടുവന്ന ഒരാളുണ്ടല്ലോ നമ്മളെ സാധനം, എനിക്ക് ഇവരെ കണ്ടപ്പോൾ ഞാൻ ഇവരെ കൂട്ടത്തിലായി സംസാരത്തിലായിട്ട്. അപ്പോൾ അവരിങ്ങനെ ഓള് ഫോണും കളിച്ച് ആകെ പോസ്റ്റായിട്ട് ഇരിക്കുകയാണ്. വേറെ കുറേ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആളുകളൊക്കെ കുറേ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടയേർഡായിക്കൊണ്ട് നമ്മൾ പെരക്കാത്തി ഫസ്റ്റ് അസ്നാന്നും നമ്മൾ വിളിക്കലില്ല കേട്ടോ, നമ്മൾ സിനിമ വിളിക്കുക. ആകെ ടയേർഡായോ കുഴങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കുറേ ഹൗസ് വാമിങ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കുറേ ദിവസത്തെ ഉറക്കില്ലായ്മ ഓട്ടപ്പാച്ചിലും കാര്യങ്ങളും ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഇതിന് പിന്നില്ല. അപ്പോൾ അവളാകെ ടയേർഡായിട്ടുണ്ട്. അങ്ങനെ കുറേ ഇരുന്ന് ഞങ്ങൾ പോകുമെന്നൊക്കെ പറയുമ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി വരുന്ന ഈ വീഡിയോസിൽ ഞങ്ങൾ പിന്നീട് ഒരു ദിവസം വന്നതാണ് കേട്ടോ. നമ്മൾ കൂടെയുള്ള മോശറ ഫംഗ്ഷൻ എത്തിയിട്ടില്ലായിരുന്നല്ലോ, അപ്പോൾ അവളും കൂടി ഞങ്ങൾ ഒരു ദിവസം വൈബടിച്ച് ഈവനിങ് അങ്ങ് ഇറങ്ങിയതാട്ടോ. അപ്പോൾ ആ വീഡിയോസും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ഇൻക്ലൂഡ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ വീടൊക്കെ ചുറ്റിക്കറങ്ങി, പിന്നെന്താ നേരെ ടെറസിൻ്റെ മുകളിൽ ആദ്യത്തെ വീഡിയോസിൽ കാണിച്ചിട്ടില്ലേ, നല്ല വൈബടിച്ച് ഈവനിങ് ഒരു കട്ടൻ ചായയും കടയൊക്കെ കുടിച്ചിരിക്കാൻ പറ്റിയ നല്ല വൈബുള്ളൊരു സ്ഥലമാണ് ഈ ടെറസ്. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഓള് നമ്മളെ സിനുവിൻ്റെ തിരക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു ചായ പരിപാടി ഇങ്ങനെ മുകളിൽ ഞങ്ങളിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വീഡിയോസിലായിട്ട് വീഡിയോൻ്റെ കുറച്ച് ഭാഗങ്ങളല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളത്. അഥവാ ഫുള്ളായിട്ട് ഹോം ടൂറായിട്ട് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ പറ്റുമ്പോൾ ഒന്ന് വീഡിയോസ് എടുത്ത് ഇടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു സൽക്കാര വീഡിയോ ഉണ്ടിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ ഒരു എല്ലാവരും വളരെ രസമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് കൂടി ഒരു സൽക്കാരം പോലെ വീഡിയോസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഞാൻ അതിൻ്റെ കൂടെ അപ്ലോഡ് ആക്കുന്നതാവട്ടെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്, എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം കേട്ടോ.